ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമല്ലേ? എൻ്റെ പുതിയ ചാനൽ അഫാസ് വേൾഡ് 2.0യിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്തൊക്കെയാണ് വിശേഷങ്ങളെല്ലാം? നമ്മളങ്ങനെ ഫാറുൻ്റെ ഫ്രണ്ട് ജ്യോതി എന്ന് പറയുന്ന അവരെ ഒരുമിച്ചിട്ട് സ്കൂളിൽ വർക്ക് ചെയ്തതാണ്. അവരെ വീട്ടിൽ ഒരു ദിവസം പോയിരുന്ന കണ്ണവം കഴിഞ്ഞിട്ട് ആലച്ചേരി എന്ന് പറയുന്ന സ്ഥലത്താണ്. പിന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയത്തൊന്നും വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. പക്ഷെ അവരെ വീടിൻ്റെ അടുത്ത് ഇങ്ങനെ എത്തിയപ്പോൾ ഇതെല്ലാം കണ്ടൊരു ഇപ്പോഴും പശുവിനെയൊന്നും കാണാത്ത കുട്ടികളുണ്ടാവും ചിലപ്പോൾ കേട്ടാ. കാരണം ആരെ വീട്ടിലും ഇപ്പോൾ പശുവിനെയൊന്നും വളർത്തുന്നില്ല. ഒരുപാട് എല്ലാവരും പുറത്തുനിന്ന് വാങ്ങിച്ച് പാലൊക്കെ. പഴയ കാലത്താണെങ്കിൽ പശുവിനെ വളർത്തിയിട്ട് അതിൽ തന്നെ പാലും പിന്നെ മോര്, തൈര്, നെയ്യ് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കും. പിന്നെ അതുപോലെ അവരെ വളർത്തുന്ന നമ്മളെ കണ്ടപ്പോൾ ഭയങ്കര ചാടി കുരക്കലാണ്. പിന്നെ അവരെ ഇളയ മോളാന്ന് ചെറുത് കണ്ടത്. അതിന് ഭയങ്കര സംശയമായി, ഇതെന്താ എടുക്കുന്ന വീഡിയോ, ഇതെങ്ങനെയാ യൂട്യൂബിൽ ഇടുക എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് സംശയമാണ് കേട്ടാ. അതെല്ലാം കഴിഞ്ഞ് ഇത് റബ്ബർ അവർ പിന്നെന്താ പറയുക, പാല് എടുത്തതിന് ശേഷം ഇതിൽ നിന്നാണ് ഷീറ്റാക്കിയിട്ട് എടുക്കുക. ചെടിക്കിടാനുള്ള വളമൊന്നും പുറത്തുനിന്നൊന്നും വാങ്ങണ്ടില്ല. ചാണകം ഇഷ്ടം പോലെ ഉണ്ടാവുമല്ലോ, അപ്പോൾ അതന്നെ ചെടിക്കൊക്കെ ഇട്ട് കൊടുക്കാമല്ലോ. അതുകൊണ്ട് നന്നായിട്ട് പൂക്കളും ഉണ്ടാവും. പിന്നെ ഇതെല്ലാം നമ്മളെ ഒരു നാടൻ രീതി തന്നെയാണ് അവിടെയെല്ലാം കാണുന്നത്. നമുക്കിപ്പോൾ ടൗൺ ഏരിയയിലൊന്നും ഇങ്ങനെയൊന്നും ഒന്നും കിട്ടൂല. എല്ലാം പൈസ കൊടുത്ത് വാങ്ങിക്കുന്ന ഒരു രീതി തന്നെയാണ് ഇപ്പോൾ ഉള്ളത്. മക്കളങ്ങനെ ഭയങ്കരമായിട്ട് എന്താ പറയുക, എൻജോയ്. ഇത് തറവാടിൻ്റെ അടുത്ത് തന്നെയാണ് അവരെ വീടെടുത്തിട്ടുള്ളത്. അപ്പോൾ അടുത്തടുത്ത് ആയതുകൊണ്ട് തന്നെ അപ്പുറം ഇപ്പുറം പോകാനെല്ലാം നല്ല സൗകര്യം തന്നെയാണ്. അങ്ങനെ വാഴത്തോട്ടെല്ലാം കാണാമെന്ന് വിചാരിച്ച് ഞാനും ഇറങ്ങി. ഇവിടെ ഉണ്ട് തോട് കയറിയിട്ട് അതിലിങ്ങനെ വെള്ളം ഉണ്ടാവും. ഈ വെള്ളം തന്നെ കോരിയിട്ടാണ് വാഴക്കെല്ലാം നനച്ചു കൊടുക്കുന്ന. വാഴയും പിന്നെ അതുപോലെ എന്തെങ്കിലും കൃഷി ചെയ്തിട്ടുണ്ടാക്കുന്ന ഇപ്പം ഇതാ പച്ചമുളക്, അവർക്ക് കിഴങ്ങ് എല്ലാം ഉണ്ട്. അവരെ നമുക്ക് ആവശ്യമുള്ളതെല്ലാം അവർ തന്നെ നട്ട് നനച്ചുണ്ടാക്കുന്നതെന്ന് പറയാം. വെള്ളരിക്ക എല്ലാം ഉണ്ട്, പൊട്ടിക്ക എല്ലാ സാധനങ്ങളും ഉണ്ടെന്ന് പറയാം. അപ്പോൾ ഇത് കണ്ട വാഴക്കെല്ലാം അവർ അങ്ങനെ വെള്ളമൊക്കെ നനച്ചിട്ട് അങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നതാണേ. അപ്പം ഇതാ കുട്ടികൾ ഇങ്ങനെ ഓടിച്ചാടി അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം എന്താ അവർ ഫുള്ളായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഇതെല്ലാം കണ്ട് നമ്മൾ തിരിച്ച് പോവാണ്. പിന്നെ പിന്നെ അതുപോലെ തന്നെ ഓരോ വീട്ടിൽ നമുക്ക് നന്നായിട്ട് ഭക്ഷണം എല്ലാം തന്നിന് കേട്ടാ. എന്താ പറയുക, ചോറും കറിയും അതുപോലെ കിഴങ്ങെല്ലാം ഉണ്ടാക്കിന്, ചിക്കൻ ഉണ്ടാക്കിയിട്ടുണ്ട് കിഴങ്ങിന്. അതൊക്കെ നമുക്ക് സെറ്റാക്കി തന്നിട്ടുണ്ട്. പിന്നെ വലിയവരെ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. അവർക്കൊന്നും വീഡിയോയിൽ നിൽക്കാൻ അത്ര ഇഷ്ടമല്ലാത്തതുകൊണ്ട് അമ്മയും അനിയൻ്റെ ഭാര്യയും എല്ലാം ഉണ്ടായിരുന്നു അവിടെ. ജ്യോതിയും ഉണ്ട്. പക്ഷെ ആരെയും വീഡിയോ അങ്ങനെ എടുത്തിട്ടില്ല കേട്ടാ. പിന്നെ ഇതാ ഞാനിവിടെ ഇരുന്നിട്ടൊരു റോസാപ്പൂ കണ്ടപ്പോൾ പിന്നെ അതിൻ്റെ ഒരു കഷ്ണം വാങ്ങിച്ചിന്. പിന്നെ വേറെ 1-2 ചെടിയും കൂടെ എടുത്തിട്ടുണ്ടേന്. പിന്നെ ചക്ക കൊത്തിയിട്ടാന്ന് ഒരു ചക്ക എടുത്തിന്. പിന്നെ ഒരു വാഴക്കൊല ഉണ്ടായിരുന്നു കേട്ടാ. കുറച്ച് വെള്ളരിക്കയും പൊട്ടിക്ക എന്തൊക്കെയോ കുറച്ച് പച്ചക്കറികളെല്ലാം അതും ഉണ്ടായിനെ. അതും തന്ന് ഭക്ഷണവും പൊതിഞ്ഞ് അതിന്. അപ്പോൾ എല്ലാം കഴിഞ്ഞു. മൂത്ത മോനെ വീഡിയോ എടുക്കാൻ നേരത്തെ ഇതാ കണ്ണു പൊത്തി നിൽക്കുന്നുണ്ട്, എന്നെ വീഡിയോ എടുക്കണ്ടെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ എൻ്റെ ഈ ചെറിയ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്യാം. അതുപോലെ കൂട്ടുകാർക്കൊന്ന് ഷെയർ ചെയ്യാം. അഭിപ്രായങ്ങളെല്ലാം ഒന്ന് കമൻ്റായിട്ട് അറിയിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരെല്ലാം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബായ്.